2020 തദ്ദേശ തെരഞ്ഞെടുപ്പും തിരുവനന്തപുരം കോർപ്പറേഷനും എന്നും ഓർത്തു വെക്കുന്ന ഒന്നാണ്. എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തെറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. കേവലം 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ആരും കൊതിക്കുന്ന തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് എത്തിയെന്നതാണ് ആ പ്രത്യേകത. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. 5 വർഷത്തെ എങ്ങനെയാണ് ആര് നോക്കിക്കാണുന്നത്? എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു 5 വർഷമാണ് കടന്നുപോയത്. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഏത് മേഖല പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ നേട്ടങ്ങൾ, സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നുണേ പറയൂ, വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു എന്നതും ഒരു ചരിത്രത്തിന്റെ കൂടി ഭാഗമാകുകയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി ധിക്കാരികളെന്ന് വിളിക്കുക, ധാർഷ്ട്യമുള്ളവരായി വിളിക്കുക. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പല പേരുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. പക്ഷേ പ്രായം കൊണ്ടും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടും ഒരുപക്ഷെ ജനങ്ങൾ ഒരു മകളെപ്പോലെ സ്വീകരിച്ചു എന്നാണ് എല്ലാവരുടെയും നമ്മളോടുള്ള സമീപനം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. പഠിച്ച കള്ളിയാണ്. ഒരു പാവപ്പെട്ടവന്റെ ജോലി വരെ തെറിപ്പിച്ച ഒരു വ്യക്തിയാണ് മേയർ എന്ന് പറയുന്നത്. മേയറാണ് പോലും മേയർ. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്.